Hi students, welcome back to Rejoin PSK theory classes. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് KP-ൻ്റെ KC-യുടെ ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ് KP-ൻ്റെ KC-ൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഈ KP KC നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് എങ്ങനെയാണ് സ്റ്റോയിച്ചിയോമെട്രി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്കൊരു പുതിയൊരു ടേം കൂടെ പഠിക്കണം, ദാറ്റ് ഈസ് റിയാക്ഷൻ ക്വോഷ്യന്റ്. ഇറ്റ് ഈസ് Q. ഓക്കെ, റിയാക്ഷൻ ക്വോഷ്യന്റ് Q. അപ്പോൾ എന്താണ് റിയാക്ഷൻ ക്വോഷ്യന്റ് എന്ന് നമ്മൾ നോക്കുന്നത്? സപ്പോസ് നമ്മുടെ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ഉണ്ട്. ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇതാണ്, A പ്ലസ് B ഗേവ് C മോൾസ് ഓഫ് C പ്ലസ് D മോൾസ് ഓഫ് D. ഇതാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കുക. ഈ റിയാക്ഷനിൽ ഇപ്പോൾ ഞാൻ റിയാക്ഷൻ ഇങ്ങനെ A മോൾസ് ഓഫ് എയും B മോൾസ് ഓഫ് ബിയും കൂടെ റിയാക്ട് ചെയ്ത് C മോൾസ് ഓഫ് സിയും റിയാക്ട് ചെയ്യിച്ചു. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എയും ബിയും കൂടെ കമ്പൈൻ ചെയ്യിച്ചിട്ട് ബിയും സിയും ഇങ്ങനെ സിയും ഡിയും ഇങ്ങനെ ഫോം ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, ആ റിയാക്ഷൻ നടന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ സിയുടെയും ഡിയുടെയും എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻസ് മെഷർ ചെയ്ത് അതിൻ്റെ റേഷ്യോ എടുത്തു എന്ന് വിചാരിക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയി എന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് റിയാക്ഷൻ ഇക്വിലിബ്രിയം ആണോ എന്ന് കൺഫേം അല്ല. ഓക്കെ, വി ഡോണ്ട് നോ വെദർ ദ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം ഓർ നോട്ട്. അപ്പോൾ ഈ റിയാക്ഷൻ നടന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B എന്ന ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ ദിസ് ഫ്രാക്ഷൻ cannot be said as or cannot be said to be KC. ഇത് നമുക്ക് KC ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ കാരണം? KC എന്ന് പറയണമെങ്കിൽ ദിസ് ആക്റ്റീവ് മാസ് ഓഫ് C നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആക്റ്റീവ് മാസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓഫ് C അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് C. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് C, കോൺസെൻട്രേഷൻ ഓഫ് D, A, B എന്നൊക്കെ എഴുതുന്നുണ്ട്. ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് C ഇല്ലേ, ഇറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് C അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയ ശേഷമുള്ള പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻസിൻ്റെയും കോൺസെൻട്രേഷൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? KC. ഓക്കെ, അപ്പോൾ KC എന്ന് പറയുകയാണെങ്കിൽ വി മസ്റ്റ് ഷുവർ ദാറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് C, D, A ആൻഡ് B ആർ ദ കോൺസെൻട്രേഷൻസ് അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊരു പേര് പറയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. ഓക്കെ, അപ്പോൾ KC is equal to the product of equilibrium concentrations of product and by product of equilibrium concentrations of reactants. മനസ്സിലായല്ലോ? അപ്പോൾ KC എന്ന് പറയണമെങ്കിൽ ഈ ഫ്രാക്ഷന് KC എന്ന് പറയണമെങ്കിൽ ആ സിയും ഡിയും എയും ബി ഒക്കെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഇക്വിലിബ്രിയം ആണോ എന്ന് കൺഫേം അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ ഫ്രാക്ഷനെ Q എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കോൺസെൻട്രേഷൻ്റെ ടേമിലാണ് എടുത്തിരിക്കണേ. സോ ലെറ്റ് ഇറ്റ് ബി QC. ഇതുപോലെ QPയും പറയാം. QP ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് C റൈസ് ടു C ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് D റൈസ്, ദാറ്റ് ഇസ് പാർഷ്യൽ പ്രഷറിൻ്റെ ടേമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത് QP. സിൻസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ഐ ഹാവ് ടേക്കൺ ദിസ് Q ആസ് ഓർ റിയാക്ഷൻ ക്വോഷ്യന്റ് ആസ് QC. ഓക്കെ, അപ്പോൾ എന്താണ് റിയാക്ഷൻ ക്വോഷ്യന്റ് എന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ reaction quotient is the ratio of product of concentration of product and product of concentration of reactants at any point of time of reaction other than equilibrium. Okay, equilibrium അല്ലാതെയുള്ള ഏത് പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ ഈ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താലും ആ ഫ്രാക്ഷനെ നമ്മൾ എന്താ വിളിക്കുക? റിയാക്ഷൻ ക്വോഷ്യന്റ്. ക്ലിയർ? അപ്പോൾ റിയാക്ഷൻ ക്വോഷ്യന്റ് ഈസ് ദ റേഷ്യോ ഓഫ് product of concentration of reactants and product of concentration of product and product of concentration of reactants at any point of time of reaction other than equilibrium. അപ്പോൾ QC എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഏത് ടൈമിൽ നിങ്ങൾ ഈ പറഞ്ഞ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താലും അത് നമുക്ക് എന്തെന്നേ പറയാൻ പറ്റുള്ളൂ? QC എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ഈ QCൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളൊരു റിയാക്ഷൻ്റെ QC കാൽക്കുലേറ്റ് ചെയ്താൽ ആ ടൈമിൽ റിയാക്ഷൻ്റെ ഡയറക്ഷൻ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിയാക്ഷൻ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ, അതോ റിയാക്ഷൻ നെറ്റ് റിയാക്ഷൻ ഒന്നും ഇല്ലേ, ദാറ്റ് ഇസ് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണോ എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ റിയാക്ഷൻ ക്വോഷ്യന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കോ.
ഞാനൊരു അപ്പോൾ മനസ്സിലാക്കുക, ഫോർ ഈച്ച് ആൻഡ് എവറി റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓർ ദർ ഈസ് എ പർട്ടിക്കുലർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ Kc കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് വി നോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ റിയാക്ഷൻ്റെ ഒരു പർട്ടിക്കുലർ ടൈമിൽ QC കാൽക്കുലേറ്റ് ചെയ്തു. ഇഫ് ദ വാല്യൂ ഓഫ് QC it seems to be less than equilibrium constant Kc. ഇതിൻ്റെ Kc നമ്മൾ എങ്ങനെ തന്നെ എഴുതും? കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C, കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D, കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A, കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ക്യൂവിൻ്റെയും കെയിൻ്റെയും എക്സ്പ്രഷൻസ് സെയിം ആണ്, പക്ഷേ ദിസ് ഈസ് at equilibrium. This is at any time other than equilibrium. ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം QC ലെസ് ദാൻ KC ആണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ആ റിയാക്ഷൻ്റെ QC കാൽക്കുലേറ്റ് ചെയ്തു. QC കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ആ QCൻ്റെ വാല്യൂ ആ റിയാക്ഷൻ്റെ ആ ടെമ്പറേച്ചറിൽ KC ആയിട്ട് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത QCൻ്റെ വാല്യൂ ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനേക്കാളും കുറവാണ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ റിയാക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റിയാക്ഷൻ്റെ ഏറ്റവും സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ കണ്ടീഷനാണ്, ഒരു മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ നേച്ചറിലെ ഈച്ച് ആൻഡ് എവറി സബ്സ്റ്റൻസ് ആർ ട്രൈങ് ടു ബി മോർ സ്റ്റേബിൾ. നമ്മളായാലും ശരി, ഈ യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസും ശ്രമിക്കുന്നത് മോർ ആൻഡ് മോർ സ്റ്റേബിൾ ആവാനാണ്, സ്റ്റെബിലിറ്റി കൂട്ടിക്കൊണ്ടുപോകാനാണ്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തിയാൽ നമുക്ക് ആ സ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തിയില്ലെങ്കിൽ എന്തിനാണ് ശ്രമിക്കേണ്ടാവുക? ആ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടാവുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഓർ മോസ്റ്റ് ഫേവറബിൾ സ്റ്റേറ്റ് ഓഫ് എ റിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി റിവേഴ്സിബിൾ റിയാക്ഷൻ ആർ ട്രൈയിങ് ടു ബി ഇൻ ഇക്വിലിബ്രിയം ഓർ ട്രൈയിങ് ടു ഗോ ടു ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായത് QCൻ്റെ വാല്യൂ KCന് കുറവാണ്. QC ഈസ് ലെസ് ദാൻ KC. QC KCനേക്കാളും കുറയണമെങ്കിൽ പ്രോഡക്റ്റ് കുറവും റിയാക്റ്റൻ്റ് കൂടുകയും വേണ്ടേ? ന്യൂമറേറ്റർ കുറവും ഡിനോമിനേറ്റർ കൂടുതലാണെങ്കിൽ QCൻ്റെ വാല്യൂ എന്ത് ചെയ്യും? KCനേക്കാളും കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ QC KCനേക്കാളും കുറയാൻ കാരണം പ്രോഡക്റ്റ് കുറവും റിയാക്റ്റൻ്റ് കൂടുതലാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ദ റിയാക്ഷൻ വിൽ ട്രൈ ടു അറ്റൈൻ KC ഓർ ദ റിയാക്ഷൻ വിൽ ഗോ ടു വാല്യൂ ഓഫ് KC. അപ്പോൾ ഇനി KCയിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതാലോചിക്കാം. ഓക്കെ, ഇത് ശരിക്കും മനസ്സിലാക്കണേ. നമ്മുടെ QCയുടെ വാല്യൂ KC ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ QCൻ്റെ വാല്യൂ KCനേക്കാളും കുറവാണെന്ന് മനസ്സിലാക്കി. ഒരു കാര്യം കൂടെ നമുക്ക് അറിയേണ്ടത്, ഒരു റിയാക്ഷൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ ഫോമാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ റേഷ്യോ ആണ് KC. അപ്പോൾ എപ്പോഴും റിയാക്ഷൻ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും? ഈ KC മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ KC, നിങ്ങൾ കോൺസെൻട്രേഷൻ മാറ്റിയാലും KC ആയിട്ട് തന്നെ ഇരിക്കും. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ വിൽ ട്രൈ ടു ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ് യു ആർ ചേഞ്ചിങ് എനി ഫാക്ടേഴ്സ്. നിങ്ങൾ എന്ത് ഫാക്ടർ ചേഞ്ച് ചെയ്താലും സിസ്റ്റം എന്തിനാണ് ശ്രമിക്കുന്നുണ്ടാവുക? ഈ KC അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ റിയാക്ഷനിലെ QC നമ്മൾ നോക്കി, QC ലെസ് ആണ് KCനേക്കാളും. അപ്പോൾ റിയാക്ഷൻ KCയിലേക്ക് പോകാനല്ലേ ശ്രമിക്കുക. അപ്പോൾ ഈ QC KCയിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? Cൻ്റെയും Dൻ്റെയും കോൺസെൻട്രേഷൻ കൂട്ടേണ്ടി വരും അല്ലേ? Cയും Dയും പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ റിയാക്ഷൻ എന്ത് ചെയ്യണം? കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ നടന്നാൽ കൂടുതൽ Cയും D ഉണ്ടാവും. ആ കോൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇഫ് ദിസ് ഈസ് കേസ് നമ്പർ 1. ഓക്കെ, if Q is less than KC, then the reaction will proceed in forward reaction so that QC becomes equal to KC. നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണ്? QC ഇപ്പോൾ റിയാക്ഷൻ്റെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത റിയാക്ഷന് QC ഉണ്ട്. റിയാക്ഷൻ എന്തിനു ശ്രമിക്കുന്നുണ്ടാവും? എപ്പോഴും ഈ QCനെ KC ആക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓൾവേസ് ദ റിയാക്ഷൻ വിൽ ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ് KC. അപ്പോൾ QC KCയിലോട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഓർത്താൽ മതി.
അപ്പോൾ ക്യു സിൻ്റെ വാല്യൂ ലെസ് ആണെങ്കിൽ കെ സിയിലോട്ട് മാറണമെങ്കിൽ പ്രോഡക്റ്റ് കൂടണം എന്ന് മനസ്സിലായി. പ്രോഡക്റ്റ് കൂടണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ ഇഫ് ക്യു സി ഈസ് ലെസ് ദാൻ കെ സി then the reaction will proceed in forward direction. Okay. Number 2, if QC is greater than KC, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ക്യു സി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ റിയാക്ഷൻ ഓഫ് ക്യു സി ആ കറസ്പോണ്ടിങ് കെ സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ക്യു സി കൂടുതലാവാൻ കാരണം എന്താണ്? സിയും ഡിയും കൂടുതലായതുകൊണ്ടാണ്. പ്രോഡക്റ്റ് കൂടുതലും റിയാക്റ്റൻ്റ് കുറവും ആയതുകൊണ്ടാണ് ക്യു സി ഗ്രേറ്റർ ആവാൻ കാരണം. അപ്പോൾ ക്യു സിന് കെ സിയിലേക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എയും ബിയും കൂട്ടേണ്ടി വരും. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ കൂടിയാലേ വാല്യൂ കുറയുള്ളൂ. അപ്പോൾ എയും ബിയും കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇഫ് ക്യു സി ഈസ് ഗ്രേറ്റർ ദാൻ കെ സി ദെൻ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. മനസ്സിലായല്ലോ? തേർഡ് കണ്ടീഷൻ, ഇഫ് ദ കാൽക്കുലേറ്റർ ക്യു സി വാസ് ഈക്വൽ ടു കെ സി. ഇപ്പം ഞാൻ ആ റിയാക്ഷൻ്റെ ക്യു സി കാൽക്കുലേറ്റ് ചെയ്തു. ക്യു സി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ക്യു സി വാസ് ഫൗണ്ട് ടു ബി ഈക്വൽ ടു കെ സി. അപ്പോൾ ക്യു സി കെ സിന് ഈക്വൽ ആണെങ്കിൽ പിന്നെ എന്തിനു സംഭവിക്കുമോ? ഓൾറെഡി റിയാക്ഷൻ എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്. പിന്നെ ഫോർവേഡും ബാക്ക്വേർഡിൻ്റെ സ്പീഡും കൂടത്തില്ല. ഓക്കെ. അപ്പോൾ എന്ത് മനസ്സിലായി? റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നെറ്റ് റിയാക്ഷൻ ഒന്നുമില്ല. നോ നെറ്റ് റിയാക്ഷൻ. ഓക്കെ. ഇവിടെ നമ്മളൊരു ഫോർവേഡ് പറഞ്ഞ കാരണം ഇവിടെ ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സ്പീഡിൽ നടക്കേണ്ടതാണ്. പക്ഷെ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഫോർവേഡിൻ്റെ സ്പീഡ് കൂടണം. അതിനാണ് പ്രൊസീഡ് ഇൻ ഫോർവേഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് അവിടെ ഫോർവേഡിൻ്റെ സ്പീഡ് പെട്ടെന്ന് കൂടും. ഇവിടെ റിയാക്ഷൻ്റെ ബാക്ക്വേർഡിൻ്റെ സ്പീഡ് പെട്ടെന്ന് കൂടും. സോ ദാറ്റ് മോർ റിയാക്ഷൻസ് ഉണ്ടാവും. മോർ റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഹയർ ആയിട്ടുള്ള ക്യു സിൻ്റെ വാല്യൂ കുറഞ്ഞോളും. അപ്പോൾ ക്യു സി കെ സിന് ഈക്വൽ ആവും. അപ്പോൾ മനസ്സിൽ വയ്ക്കുക, ഓൾവേസ് ക്യു സി ദ റിയാക്ഷൻ വിൽ ട്രൈ ടു മേക്ക് ക്യു സി ഈക്വൽ ടു കെ സി. ഓക്കെ. റിയാക്ഷൻ വിൽ ട്രൈ ടു മേക്ക് ക്യു സി ഈക്വൽ ടു കെ സി. അപ്പോൾ ക്യു സി കെ സിന് ഈക്വൽ ആവണമെങ്കിൽ റിയാക്ഷൻ എങ്ങോട്ട് പ്രൊസീഡ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഓർത്താൽ മതി. ക്യു സി കുറവാണെങ്കിൽ പ്രോഡക്റ്റ് കൂട്ടേണ്ടി വരും. ക്യു സി കൂടുതലാണെങ്കിൽ റിയാക്റ്റൻ്റ് കൂട്ടേണ്ടി വരും. ക്യു സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് ഇക്വിലിബ്രിയത്തിലാണ്. നത്തിങ് വിൽ ഹാപ്പൻ. ഇതാണ് റിയാക്ഷൻ കോഷ്യൻ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ യൂസിങ് ഓർ ബൈ ലുക്കിംഗ് അറ്റ് ദി വാല്യൂ ഓഫ് ക്യു സി വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഓക്കെ. ഇപ്പോൾ നമ്മളിനി ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു അടുത്തൊരു ടേമിലേക്ക് പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. വാട്ട് ഡു യു മീൻ ബൈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? അത് നമ്മൾ ആൽഫ എന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബട്ട് എന്താ ടേമിൻ്റെ പേര്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. സപ്പോസ് ഒരു റിയാക്ഷൻ എ ഗീവ്സ് ബി. ഇനിഷ്യലി ഞാൻ 1 മോൾ എ എടുത്തു. ഓക്കെ. 1 മോൾ എ എടുത്ത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലിട്ട് അതിനെ റിയാക്ട് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ എ ഇതായിട്ട് ബി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ? ആണല്ലോ. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ റിവേഴ്സിബിൾ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു. ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ വിൽ ഗോ ടു ഓൾമോസ്റ്റ് കംപ്ലീഷൻ. ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ മിക്കവാറും കംപ്ലീറ്റ് ആവും. ഓക്കെ. പക്ഷേ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനോ ഒരു കാരണവശാലും കംപ്ലീറ്റ് ആവില്ല. ദാറ്റ് ഈസ് ഞാൻ 1 മോൾ എ എടുത്താൽ ഈ 1 മോൾ എ കംപ്ലീറ്റ് ബി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ആ എടുത്ത 1 മോളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യും? ബി ആയിട്ട് മാറും. അപ്പോൾ ദർ വിൽ ബി സം എമൗണ്ട് ഓഫ് എ വിച്ച് ഈസ് നോട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച്. കോൺസെപ്റ്റ് ഇവിടെ കിട്ടിയോ? ഇൻ ഈച്ച് ആൻഡ് എവറി റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്ത അമൗണ്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമേ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. ആ ഫ്രാക്ഷന് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആപ്ലിക്കബിൾ ആണെന്ന് പറയാം. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ ഞാൻ 1 മോൾ എ എടുത്താൽ ആ 1 മോൾ എ കംപ്ലീറ്റ് എന്തായിട്ട് മാറും? ബി ആയിട്ട് മാറും. ഓൾമോസ്റ്റ് ഈ 1 മോളും ബി ആയിട്ട് മാറും. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എടുത്ത എമൗണ്ട് കംപ്ലീറ്റ് പ്രോഡക്റ്റായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റിവേഴ്സിബിളിൻ്റെ കാര്യത്തിൽ എടുത്ത എമൗണ്ട് കംപ്ലീറ്റ് പ്രോഡക്റ്റായിട്ട് മാറില്ല. ബിക്കോസ് റിയാക്ഷൻ ഒരു കാരണവശാലും കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ദർ വിൽ ബി സം എമൗണ്ട് ഓഫ് എ വിച്ച് ഈസ് നോട്ട് റിയാക്റ്റഡ്. അപ്പോൾ കുറച്ച് എമൗണ്ട് ബി ആയിട്ട് കൺവേർട്ട് ചെയ്യാം.
അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ എത്ര മോൾ എടുത്തു എന്ന് വിചാരിക്കാം, എത്ര മോൾ എടുത്തു നോക്കുക. ആ എടുത്ത അമൗണ്ടിൽ നിന്ന് ഒരു സ്പെസിഫിക് എമൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയിണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ 1 മോൾ എടുത്തു, ആ 1 മോളിൽ നിന്ന് കുറച്ച് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ആ റിയാക്ട് ചെയ്ത് പോയ അമൗണ്ടും ഇനിഷ്യലി ഞാൻ എടുത്ത അമൗണ്ടും തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ എത്ര എടുത്തു, ആ എടുത്തതിൽ നിന്ന് എത്ര റിയാക്ട് ചെയ്ത് പോയി നോക്കുക. ആ റിയാക്ട് ചെയ്ത് പോയ അമൗണ്ടിനെ എടുത്ത അമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് molecules or fraction of reactant which is undergoing decomposition or which is undergoing reaction. അപ്പോൾ ഇതിന്ന് ഒരു എന്താ പറയുക, ഇങ്ങനെ നോക്കിക്കോ. ഞാൻ ഇനിഷ്യലി 1 മോൾ എടുത്തു വിചാരിക്കാം. ഇനിഷ്യലി എടുത്ത അമൗണ്ട് എത്രയാണ്? 1 മോൾ. ഒരു 5 മിനിറ്റ് ടൈം കൊടുത്തു. ഒരു 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ there are 0.6 moles of air remains. മനസ്സിലായി? 1 മോൾ എടുത്തു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ 0.6 ഓഫ് എ റിയാക്ട് ചെയ്യാതെ ബാക്കിയിട്ട്. അപ്പോൾ 1 എടുത്തതിൽ നിന്ന് എത്ര റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും? 0.4 റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ റിയാക്റ്റഡ് എമൗണ്ട് എത്രയാ? 0.4. ഇത് 5 മിനിറ്റിന് ശേഷം അവിടെ റിമൈൻഡ് ചെയ്തതാണേ. അവിടെ ബാക്കി വന്ന എമൗണ്ടാണ് 0.6. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി 1 എടുത്തു, ബാക്കിയുള്ളത് 0.6 ആണ്. അപ്പോൾ 0.4 ബി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 0.4 റിയാക്ട് ചെയ്ത അമൗണ്ട് ബൈ ഇനിഷ്യലി എടുത്ത് എത്രയാ? 1. ദിസ് ഇസ് നോൺ എസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി എടുത്ത അമൗണ്ടിൽ നിന്ന് ഡീകമ്പോസ് ചെയ്ത് പോയ അമൗണ്ട് നോക്കുക. ആ ഡീകമ്പോസ് ചെയ്ത് പോയ അമൗണ്ടിനെ ഇനിഷ്യലി എടുത്ത അമൗണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ നമുക്കതിൻ്റെ ഫോർമുല ഇങ്ങനെ എഴുതാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് dissociated divided by number of moles taken initially. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി എടുത്ത അമൗണ്ടിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോയ അമൗണ്ട് നോക്കുക. ഡിസോസിയേറ്റ് ചെയ്ത് പോയത് ബൈ ഇനിഷ്യലി ടേക്കൺ, അതാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ 2 മോൾ എടുത്തു വിചാരിക്കും. 2 മോളെ എടുത്തു, ഇക്വിലിബ്രിയമായി. ഇക്വിലിബ്രിയം ആയപ്പോൾ ഇവിടെ 1.2 മോൾ ബാക്കിയുണ്ട്. അപ്പോൾ റിമൈനിങ് എമൗണ്ട് എത്രയായിരുന്നു? 1.2. ഓക്കെ, അപ്പോൾ റിയാക്ട് ചെയ്ത് പോയത് എത്രയാ? 0.8. ഇനിഷ്യലി ഞാൻ എത്ര എടുത്തു? 2 മോൾസ് എടുത്തു. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനിഷ്യലി ടേക്കൺ എമൗണ്ട് എത്രയാ? 2 മോൾസ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്ര റിമൈൻഡ് ചെയ്തു? 1.2. അപ്പോൾ റിയാക്റ്റഡ് എമൗണ്ട് എത്രയാ? അല്ല, ഡീകമ്പോസ് ചെയ്ത് പോയ എമൗണ്ട് എത്രയാ? 0.8. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 0.8/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ദെൻ 5 മോൾസ് ഓഫ് എ എടുത്തും വിചാരിക്കാം. ഇനിഷ്യലി എടുക്കുന്ന എമൗണ്ട് 5 മോളാണ്. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ബാക്കി ദസ് റിമൈനിങ് എമൗണ്ട് എത്രയായിരുന്നു? ഒരു 3.5 മോൾസ് ആണ്. ഇനിഷ്യലി 5 മോൾസ് എടുത്തു, റിമൈൻഡ് ചെയ്ത അമൗണ്ട് 3.5 മോൾസ് ആണ്. അപ്പോൾ റിയാക്ട് ചെയ്ത് പോയ അമൗണ്ട് 1.5 മോൾ അല്ലേ? ആണല്ലോ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 1.5 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 1.5 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഡീകമ്പോസ്ഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ. അതാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇപ്പം നമ്മൾ 2 മോൾ എടുത്തപ്പോൾ 2 മോൾസ് എടുത്തപ്പോൾ എത്ര ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്? 0.8. ഓക്കെ, 2 മോൾസ് എടുത്തു, 1.2 റിമൈൻഡ് ചെയ്തു. അപ്പോൾ റിയാക്ട് ചെയ്ത് പോയ എമൗണ്ട് എത്രയാണ്? 0.8. ഓക്കെ, അപ്പോൾ ആൽഫ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 0.4. ഇതിന് മീനിങ് എന്താ? 2 മോൾസ് എടുത്താൽ 0.8 റിയാക്ട് ചെയ്ത് പോകുമെങ്കിൽ 1 മോൾ എടുത്താൽ 0.4 റിയാക്ട് ചെയ്ത് പോകുന്നുണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ദിസ് ഇസ് കറസ്പോണ്ടിങ് ടു 1 മോൾ. അടുത്ത് 5 മോൾസ് എടുത്തപ്പോൾ എത്ര റിയാക്ട് ചെയ്ത് പോയി? 1.5. ദാറ്റ് ഈസ് 5 മോൾ എടുത്തു, 3.5 മോൾ ബാക്കി വന്നു. അപ്പോൾ 5 മോൾസിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോയ എമൗണ്ട് എത്രയാണ്? 1.5.
ഇപ്പോൾ നമ്മൾ ആൽഫ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? റിയാക്ട് ചെയ്ത എമൗണ്ട് 1.5 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ അത് 1 മോൾ എടുത്താൽ എത്ര ഡീകമ്പോസ് ചെയ്യും എന്നല്ലേ? ശരിയല്ലേ? അപ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ഓർക്കാനുണ്ട്. ആൽഫ ഈസ് ആക്ച്വലി ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്ടൻറ്റ് ഡീകമ്പോസ്ഡ് ഫ്രം 1 മോൾസ് ഓഫ് റിയാക്ടൻറ്റ്. അപ്പോൾ എപ്പോഴും ആൽഫ എന്തിന് കറസ്പോണ്ടിങ് ആണ്? 1 മോളിൽ നിന്ന് റിയാക്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് ആക്ച്വലി എന്ത്? ആൽഫ. ക്ലിയർ? മനസ്സിലായല്ലോ പറഞ്ഞേ? ക്ലിയർ അല്ലേ? അപ്പോൾ തിയറിറ്റിക്കലി നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത മോൾസിൻ്റെയും എടുത്ത മോൾസിൻ്റെയും ഫ്രാക്ഷനാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ബി കൊറസ്പോണ്ടിങ് ടു ദ നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഫ്രം 1 മോൾസ് ഓഫ് റിയാക്ടൻറ്റ് ഓർ 1 മോൾ ഓഫ് റിയാക്ടൻറ്റ്. ശരിക്കും മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന രീതിയിലേക്കൊന്ന് പോവാണേ. ഐ ഹാവ് എ റിയാക്ഷൻ എ ഗീവ്സ്, ഓക്കെ സിമ്പിൾ റിയാക്ഷൻ എടുത്തോ, ഇതിനെടുത്തോ, എ ഗീവ്സ് ബി. ഓക്കെ, ഇനിഷ്യലി ഐ ഹാവ് ടേക്കൺ 1 മോൾ ഓഫ് റിയാക്ടൻറ്റ്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ് ആണ്. ഇനിഷ്യലി ഐ ഹാവ് ടേക്കൺ 1 മോൾ ഓഫ് എ. ഓക്കെ, ഇഫ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ ഈസ് ആൽഫ, എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1 മോൾ ഓഫ് എ എടുത്തു, എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ what is the number of moles remains or number of moles present in the reaction at equilibrium? Equilibrium സ്റ്റേറ്റിൽ അവിടെ ടോട്ടൽ എത്ര മോൾസ് ഉണ്ടാവും എന്ന് നമ്മൾ നോക്കാൻ പോവാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് റിയാക്ഷൻ, എ ഗീവ്സ് ബി എന്നാണ് റിയാക്ഷൻ. ഇനിഷ്യലി 1 മോൾ ഓഫ് എ വാസ് ടേക്കൺ and degree of dissociation of A is alpha. Then the question is, what is the total number of moles remains or what is the total number of moles present in the reaction at equilibrium? Okay, initially 1 mole അല്ലേ എടുത്തത്, ആ 1 mole ഇന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന അമൗണ്ട് അല്ലേ ആൽഫ. അപ്പോൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ എത്ര എ ബാക്കി ഉണ്ടാവും? 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം number of moles of A remains is 1 minus alpha. ഓക്കെ, അപ്പോൾ ഇനി എത്ര ബി, ഇത് ഇനിഷ്യലി ഞാൻ 1 മോൾ എടുത്തു, ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എത്രയാ? 0, ബിക്കോസ് ബി പ്രോഡക്റ്റ് ആണ്. എ എടുത്തതേ ഉള്ളൂ, റിയാക്ഷൻ നടന്നിട്ടില്ല. അവിടെ എയുടെ നമ്പർ ഓഫ് മോൾസ് ഇനിഷ്യലി 0 ആണ്. ഓക്കെ, ദെൻ റിയാക്ഷൻ ഇങ്ങനെ മെല്ലെ 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 നടന്ന് കുറേ എ ബി ആയിട്ട് മാറി. എത്ര എ ഡീകമ്പോസ് ചെയ്ത് പോയി? ആൽഫ. സ്റ്റോഷിയോമെട്രി നോക്കിക്കോ, 1 മോൾ ഓഫ് എ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് 1 മോൾ ഓഫ് ബി അല്ലേ കിട്ടുക അല്ലേ? അപ്പോൾ എത്ര മോൾ എ ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആയപ്പോൾ എത്ര മോൾ എ ആണ് ഡിസോസിയേറ്റ് ചെയ്ത് പോയേക്കണേ? എക്സ്. അപ്പോൾ എത്ര മോൾ ബി ഫോം ചെയ്തിട്ടുണ്ടാവും? എക്സ്. അതായത് ഇവിടുന്ന് എത്ര മോൾ എ ആണോ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത് അത്രയും മോൾ ബി തന്നെ ഫോം ചെയ്യും. സിൻസ് ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഓഫ് എ ആൻഡ് ബി ആർ ദ സെയിം. 1 മോൾ എ പോയാൽ 1 മോൾ ബി കിട്ടും. അപ്പോൾ ഇക്വിലിബ്രിയം ആയപ്പോൾ എത്ര മോൾ എ ബാക്കിയുണ്ട്? 1 മൈനസ് ആൽഫ മോൾ എ ബാക്കിയുണ്ട്. എത്ര മോൾ ബി ഫോം ചെയ്തു? ആൽഫ മോൾസ് ഓഫ് ബി ഫോം ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം വിൽ ബി 1 മൈനസ് ആൽഫ. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം ആയപ്പോൾ ഇത്രയും എ അവിടെ ബാക്കിയുണ്ട്, ഇത്രയും ബി അവിടെ ഫോം ചെയ്തു. അപ്പോൾ ബാക്കി വന്ന് എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 മൈനസ് ആൽഫ പ്ലസ് എത്ര ബി ഫോം ചെയ്തു? ആൽഫ. ഓക്കെ, അപ്പോൾ 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ എന്തുവാ? 1. അപ്പോൾ ഇപ്പോഴും അവിടെ എത്ര മോളുണ്ട്? 1 മോളുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ആൽഫ പോയിട്ട് ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ നെറ്റ് നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ഒന്നും ഇല്ല. റിയാക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, എ ഗീവ്സ് 2b. ഓക്കെ, എ ഗീവ്സ് 2b. ഇവിടെ 1a ആണ്, എ ഗീവ്സ് 2b. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇവിടെയും എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ തന്നെയാണ്. അപ്പോൾ ഇനിഷ്യലി 1 മോൾ ഓഫ് എ എടുത്തു വിചാരിക്കുക. ഇനിഷ്യലി ബിയുടെ അമൗണ്ട് എത്രയാണ്? 0. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇത് ഇനിഷ്യലി എടുത്ത അമൗണ്ട് ആണ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അപ്പോൾ എത്രയേ ബാക്കി ഉണ്ടാവും? 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് പോയ എയുടെ അമൗണ്ട് എത്രയാ? ആൽഫയാണ്. ഇനി സ്റ്റോഷിയോമെട്രി നോക്കുക.
1 mole ഓഫ് എ ഡീകമ്പോസ് ചെയ്താൽ 2 moles ഓഫ് ബി ആ ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത എയുടെ എമൗണ്ട് എത്രയാണ്? ആൽഫ. അപ്പോൾ ആൽഫ എ ഡിസോസിയേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി 2 ആൽഫ മോൾസ് ഓഫ് ബി ഫോം ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ മോൾസ് 1 മൈനസ് ആൽഫ പ്ലസ് 2 ആൽഫ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ. ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിപ്പോൾ സിമ്പിളായിട്ട് 1 മോളിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ ഇനിഷ്യലി 2 moles എടുക്കുമെന്ന് വിചാരിക്കും. സെയിം റിയാക്ഷൻ. ഓക്കെ, എ ഗീവ്സ് ടു ബി എന്നാണ് നമ്മുടെ റിയാക്ഷൻ. എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഇനിഷ്യലി എടുത്ത എയുടെ എമൗണ്ട് 2 മോളാണ്. ഓക്കെ, 2 moles ഓഫ് എ എടുത്തു. അപ്പോൾ എത്ര എ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവണം? ഈ ആൽഫ എന്താണെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടേ. ആൽഫ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ ആണ്. അത് ചെയ്ത് കിട്ടുന്ന വാല്യൂ 1 മോളിന് കറസ്പോണ്ടിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ 1 എടുത്തു, 1 മോൾ ഇനിഷ്യലി നമ്മൾ 1 മോൾ എടുത്താൽ എത്ര ഡിസോസിയേറ്റ് ചെയ്ത് പോകും? ആൽഫ. പക്ഷെ ഞാനിപ്പോൾ എത്ര മോൾ എടുത്തേക്കണേ? 2. ഓക്കെ, അപ്പോൾ 2 moles എടുത്താൽ എത്ര റിയാക്ട് ചെയ്ത് പോവും? 2 ആൽഫ. മനസ്സിലാവുന്നുണ്ടോ? ആൽഫ ഈസ് ആക്ച്വലി ദ നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഫ്രം 1 mole ഓഫ് റിയാക്ടൻറ്റ്. ഓക്കെ, അപ്പോൾ 1 mole എടുത്താൽ എക്സ് റിയാക്ട് ചെയ്യുമെങ്കിൽ 2 moles എടുത്താൽ എത്ര റിയാക്ട് ചെയ്യുന്നുണ്ടാവണം? 2x. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരും? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇത് ഇ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിരിക്കണ ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അപ്പോൾ എത്ര ബാക്കി വരും? 2 മൈനസ് 2x. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ അമൗണ്ട് ഡിസോസിയേറ്റഡ് ഫ്രം 1 mole ഓഫ് ദ റിയാക്ടൻറ്റ്. അപ്പോൾ എത്ര മോൾ എടുത്തിട്ടുണ്ടോ അത്രയും ആയിരിക്കും റിയാക്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ 3 moles എടുത്തിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്ത എമൗണ്ട് എത്ര ആയിരിക്കും? 3 ആൽഫ. ഓക്കെ, അപ്പോൾ 2 മൈനസ് 2x ആണ് ബാക്കി വരിക. ഇനിഷ്യലി ബിയുടെ എമൗണ്ട് എത്രയാണ്? 0. ഇവിടെ ഇപ്പോൾ എത്ര ഫോം ചെയ്തിട്ടുണ്ടാവണം? 1 mole ഓഫ് എ റിയാക്ട് ചെയ്താൽ 2 moles ഓഫ് ബി ഫോം ചെയ്യും. ഇപ്പോൾ റിയാക്ട് ചെയ്ത് പോയ എമൗണ്ട് എത്രയാണ്? 2x. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഫോം ചെയ്യും? അതിൻ്റെ 2 times 4x. ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഫ്രം 1 mole ഓഫ് ദ റിയാക്ടൻറ്റ്. അപ്പോൾ എത്ര മോൾസ് എടുത്തോ അതിനനുസരിച്ച് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന എമൗണ്ട് നമ്മൾ മനസ്സിലാക്കും. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ബാക്കി വന്ന എമൗണ്ടാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഞാൻ 2 moles ഓഫ് എ എടുത്തു. 2 moles ഓഫ് എ എടുത്തു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആണെങ്കിൽ 2x റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവണം. So the remaining amount at equilibrium will be 2 minus 2x. Okay, since 1 mole of A gives 2 moles of B, sorry x അല്ല, sorry നമ്മൾ ആൽഫേൻ്റെ ടൈമിലാണ് പറയുന്നത് കേട്ടോ, കൺഫ്യൂഷൻ വരണ്ട. അപ്പോൾ 1 എടുത്താൽ ആൽഫ ആണെങ്കിൽ 2 എടുത്താലോ 2 ആൽഫ. 1 mole of A 2 moles of B ഫോം ചെയ്താൽ 2 ആൽഫയാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ 2 times ഉണ്ടാകും 4 ആൽഫ. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ടോട്ടൽ മോൾസ് അറ്റ് ഇക്വിലിബ്രിയം എത്രയാ? ടോട്ടൽ മോൾസ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 2x പ്ലസ് 4x. 2 മൈനസ് 2x ഇവിടെ ബാക്കിയുണ്ട്, 4x ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മൈനസ് 2x പ്ലസ് 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2x. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്ര മോൾ ബാക്കി വരും എന്ന്, ഇത് ഏത് പ്രോബ്ലം ഇക്വിലിബ്രിയത്തിൽ ഏത് പ്രോബ്ലം ചെയ്താലും ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും യൂസ് ചെയ്യേണ്ടി വരുന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇഫ് ദ ഗിവൺ ക്വാണ്ടിറ്റി ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ദെൻ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2a ഗിവ്സ് 3b പ്ലസ് c, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 2a ഇത് റിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും, ഡബിൾ ആരോ ആണ്. അപ്പോൾ 2a റിവേഴ്സിബിളി ഗീവ്സ് 3b പ്ലസ് c. ഈ റിയാക്ഷൻ എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്
ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും അവിടെ? വാട്ട് ആർ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് അറ്റ് ഇക്വിലിബ്രിയം എന്നാണ്. ഞാൻ ഇനിഷ്യലി 3 മോൾസ് എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, ദ റിയാക്ഷൻ സ്റ്റാർട്ട്സ് വിത്ത് 3 മോൾസ് ഓഫ് എ. അപ്പോൾ ഇനിഷ്യൽ അമൗണ്ട് എത്രയാണ്? 3 മോൾസ് ആണ്. മനസ്സിലായല്ലോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. അപ്പോൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ദ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇത് നോക്കണ്ട, സ്റ്റോഷിയോമെട്രിക്ക് ഇവിടെ പങ്കില്ല. ഓക്കെ, നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന അമൗണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഇനിഷ്യലി ടേക്കൺ അമൗണ്ടിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് വരും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ എത്ര വരും? അപ്പം നിങ്ങൾ തൽക്കാലം സ്റ്റോഷിയോമെട്രി എടുക്കണ്ട, റിമൈനിങ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. റിമൈനിങ് നമ്പർ ഓഫ് മോൾസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ ആൻഡ് ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ആൽഫ അല്ലേ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണല്ലോ. ഇനിഷ്യലി ഞാൻ എത്ര മോൾസ് എടുത്തെന്ന് പറയേണ്ടത്? 3 മോൾസ്. അപ്പോൾ 3 മോൾസ് ഇനിഷ്യലി എടുത്താൽ എത്ര റിയാക്ട് ചെയ്ത് പോവും? 3 ആൽഫ. ഓക്കെ, 1 മോളിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോകുന്നതാണ് ആൽഫ. അപ്പോൾ 3 മോൾ എടുത്താൽ എത്ര റിയാക്ട് ചെയ്ത് പോകും? 3 ആൽഫ. അപ്പോൾ ബാക്കി എത്ര വരും? 3 മൈനസ് 3 ആൽഫ. കോൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ഇനിഷ്യലി 3 മോൾസ് ഓഫ് എ എടുത്തു. എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആയിരുന്നു. അപ്പോൾ 3 മോൾസ് എടുത്തത് കൊണ്ട് അതിനകത്ത് 3 ആൽഫ റിയാക്ട് ചെയ്ത് പോവും. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ 3 മൈനസ് 3 ആൽഫ മോൾസ് ബാക്കി വരും. ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സ്റ്റോഷിയോമെട്രി എടുക്കുക. എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്യും? ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റോഷിയോമെട്രി. ഓക്കെ, ദെൻ ഇവിടെ ഒന്ന് നോക്കിക്കോ. 2 മോൾസ് ഓഫ് എ 3 മോൾസ് ഓഫ് ബി ഫോം ചെയ്യിച്ചു. ഓക്കെ, അപ്പോൾ 2 3 ഫോം ചെയ്തു. എത്ര റിയാക്ട് ചെയ്ത് പോയിക്കണ ഏഴ് അമൗണ്ട്? 3x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3x എത്ര റിയാക്ട് ചെയ്യുമായിരിക്കും? 3x/2 അല്ലേ? 3 × 3x/2. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 2 മോൾസ് 3 ഫോം ചെയ്യില്ലേ? അപ്പോൾ 1 മോളോ 3/2. ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, 1 മോള് 3/2 ഫോം ചെയ്താൽ 3x എത്ര റിയാക്ട് ചെയ്യും? 3 × 3x/2. കോൺസെപ്റ്റ് കിട്ടിയാ? 2 മോൾസ് ഓഫ് എ പ്രൊഡ്യൂസസ് 3 മോൾസ് ഓഫ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതെന്താ എക്സ് വരുന്നത്? ആൽഫ അല്ലേ? സോറി, ഇത് എക്സ് അല്ല, ആൽഫ കേട്ടോ. അപ്പോൾ 3 ആൽഫ റിയാക്ട് ചെയ്ത് പോയേക്കണം. നമുക്ക് 2 മോൾസ് 3 മോൾസ് കിട്ടിയിട്ടുണ്ട്. ഫ്രം സ്റ്റോഷിയോമെട്രി 2 മോൾസ് 3 മോൾസ് ഫോം ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 3 ആൽഫ എ ആണ് റിയാക്ട് ചെയ്ത് പോയേക്കണേ. ഓക്കെ, അപ്പോൾ ഈ 3 ആൽഫ എ റിയാക്ട് ചെയ്താൽ എത്ര മോൾ ബി കിട്ടും? അത് 3 ആൽഫ ഇൻറ്റു 3/2 ആ. ദാറ്റ് ഈസ് 9 ആൽഫ/2. ഈ 2, 3 ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളിവിടെ എത്രയായാലും 1ന് കറസ്പോണ്ടിങ് എത്രയാണ് നോക്കാം. അപ്പോൾ 2 3 ഫോം ചെയ്താൽ 1 ഡെഫിനറ്റ്ലി 3/2 ഫോം ചെയ്യുമല്ലോ. 1 3/2 ഫോം ചെയ്താൽ 3 ആൽഫ എന്ത് ചെയ്യും? 3 ആൽഫ ഇൻറ്റു 3/2 ദാറ്റ് ഈസ് 9 ആൽഫ/2 ഫോം ചെയ്യും. അപ്പോൾ എത്ര മോൾ ബി ഫോം ചെയ്തിട്ടുണ്ട്? 9 ആൽഫ/2 ഫോം ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലേ? ഇനി എനെയും സിനെയും കമ്പയർ ചെയ്താൽ 2a 1c അല്ലേ ഫോം ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ 2 1 ഫോം ചെയ്തു. അപ്പോൾ 1 1/2. നമുക്ക് വേണ്ടത് 3 ആൽഫ എത്ര ഫോം ചെയ്തു എന്നാണ്? 3 ആൽഫ/2. ഓക്കെ, 2 1 ഫോം ചെയ്താൽ 1 എത്ര ഫോം ചെയ്യും? 1/2. ഈ 1/2നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 ആൽഫ/2. ഇവിടെ എത്ര സി ഫോം ചെയ്തിട്ടുണ്ട്? 3 ആൽഫ/2 ഫോം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കലാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50% പ്രോബ്ലം ഡൺ ആണ്. നിങ്ങൾ ആ പ്രോബ്ലത്തിൻ്റെ 50% ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ സ്റ്റോഷിയോമെട്രി യൂസ് ചെയ്ത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വെച്ചിട്ട് ഇക്വിലിബ്രിയം അമൗണ്ട്സ് എഴുതലാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. 2a gives 3b + 3 എന്നാണ് നമ്മുടെ റിയാക്ഷൻ. ഇനിഷ്യലി എടുത്ത അമൗണ്ട് എത്രയായിരുന്നു? 3 മോൾസ് ആണ്.
എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അവിടെ എത്ര മോൾസ് ഉണ്ടാകുന്നതാണ്. 3 മോൾസ് ഓഫ് എ എടുത്താൽ 3 ആൽഫ റിയാക്ട് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ റിമൈൻഡ് ചെയ്യുന്ന എയുടെ നമ്പർ ഓഫ് മോൾസ് 3 - 3 ആൽഫ എന്നാണ്. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോയിച്ചിയോമെട്രി എടുത്തിട്ട് ചെയ്യും. 2 മോൾസ് ഓഫ് എ 3 മോൾസ് ഓഫ് ബി ഫോം ചെയ്താൽ 3 ആൽഫ മോൾസ് 9 ആൽഫ ബൈ 2 മോൾ ഫോം ചെയ്യും. നമ്മളവിടെ ഓൾറെഡി ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ദെൻ 2a 1c ഫോം ചെയ്താൽ 3 ആൽഫ ബൈ 2 മോൾ c ഫോം ചെയ്യും. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ മോൾസ് അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ടോട്ടൽ മോൾസ് ഇസ് ഈക്വൽ ടു 3 - 3 ആൽഫ പ്ലസ് 9 ആൽഫ ബൈ 2 പ്ലസ് 3 ആൽഫ ബൈ 2. സിംപ്ലിഫൈ ചെയ്താൽ ദിസ് വിൽ ബി ഈക്വൽ ടു 3 - 3 ആൽഫ. ഇത് 9/2 ആണെങ്കിൽ 4.5 എന്ന് എടുത്തോ. ഇത് 4.5ഉം ഇത് 1.5ഉം. അപ്പോൾ രണ്ടും കൂടെ 6 ആൽഫ കിട്ടിയില്ലേ? പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മളിങ്ങനെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ പിന്നെ ഇതിനെ LCM എടുത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കരുത്. ടൈം ഒരുപാട് പോകും. ഇത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. 3 - 3x ആണ് സാധനം. ഇത് 9x/2 ദാറ്റ് ഈസ് 4.5 ആൽഫയാണ്. 4.5 ആൽഫ പ്ലസ് ഇത് 3/2 ദാറ്റ് ഈസ് 1.5 ആൽഫയാണ്. 4.5ഉം 1.5ഉം 6 ആൽഫയാണ്. അപ്പോൾ -3x 3 - 3x പ്ലസ് 6 ആൽഫ 3 - 3 ആൽഫ പ്ലസ് 6 ആൽഫ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 3 ആൽഫ. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് റിമൈൻസ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ യൂസ് ചെയ്ത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കമൻറ്റ് ചോദിക്കാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത് എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് എടുത്ത മോളും ഡിസോസിയേറ്റ് ചെയ്ത് പോയ മോളും നമ്മൾ റേഷ്യോ ആണ്. അത് 1 മോളിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന അമൗണ്ടിന് കറസ്പോണ്ടിങ് ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ആ മോളിക്യൂളിൻ്റെ വേപ്പർ ഡെൻസിറ്റിയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് നോക്കാൻ പോവാം. ഓക്കെ, ഡെൻസിറ്റി ഓർ വേപ്പർ ഡെൻസിറ്റി. അപ്പോൾ നോക്കാൻ പോകുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് വേപ്പർ ഡെൻസിറ്റി. ഒരു സബ്സ്റ്റൻസിൻ്റെ വേപ്പർ ഡെൻസിറ്റി എന്താണെന്ന് നിങ്ങൾ ബേസിക് കോൺസെപ്റ്റിലും പഠിച്ചു, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റിയും അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തമ്മിൽ എന്താണ് റിലേഷൻ നോക്കാം. സപ്പോസ് നമ്മുടെ പ്രോസസ്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എ ഗീവ്സ് EnB ഒരു കോമൺ റിയാക്ഷനാണ്. 1 മോൾ ഓഫ് എ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് n മോൾസ് ഓഫ് ബി കിട്ടും എന്നതാണ് നമ്മൾ റിയാക്ഷൻ. ഈ എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയാണെന്ന് എടുക്കുക. ആൽഫയാണ് എയുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇനിഷ്യലി ഞാൻ 1 മോൾ എടുത്തു എന്ന് വിചാരിക്കുക. 0 മോൾസ് ഓഫ് ബി ഉണ്ടാവും. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്ര എ ബാക്കി വരും? 1 - ആൽഫ. ഓക്കെ, എത്ര മോൾ ബി ഫോം ചെയ്യും? n ആൽഫ. അതായത് 1 മോൾ ഓഫ് എ ഡിസോസിയേറ്റ് ചെയ്താൽ ഫോം ചെയ്യുന്ന ബിയുടെ അമൗണ്ട് എത്രയാണ്? n ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര എ ആ ഡിസോസിയേറ്റ് ചെയ്ത് പോയേക്കണേ? ആൽഫ. അപ്പോൾ 1 n ഫോം ചെയ്താൽ ആൽഫ എന്ത് ചെയ്യും? n ആൽഫ ബി ഫോം ചെയ്യും. ഇത്രയും ക്ലിയർ ആണല്ലോ. വാട്ട് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം? ടോട്ടൽ മോൾസ് ഇസ് ഈക്വൽ ടു 1 - ആൽഫ പ്ലസ് n ആൽഫ. ഓക്കെ, ഇവിടെ 1 - ആൽഫ ബാക്കി വന്നു, ഇവിടെ n ആൽഫ ഫോം ചെയ്തു. അപ്പോൾ 1 - ആൽഫ പ്ലസ് n ആൽഫയാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. ഇങ്ങനെ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 + ആൽഫ ഇൻറ്റു, ഇവിടെ നിന്ന് ഞാൻ ആൽഫ കോമൺ ഫാക്ടർ എടുത്താൽ ഇറ്റ് ഈസ് ആൽഫ ഇൻറ്റു n - 1. ശരിയല്ലേ? അല്ല, നിങ്ങളിങ്ങനെ എഴുതിക്കോ. 1 + n ആൽഫ 1 + n ആൽഫ മൈനസ് ആൽഫയാണേ. അപ്പോൾ ഇവിടെ 1 + ആൽഫ കോമൺ എടുത്തു, n - 1 ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ആൽഫ ഇൻറ്റു n - 1. ദിസ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് അറ്റ് ഇക്വിലിബ്രിയം. ക്ലിയർ ആണല്ലോ? ഈ വോളിയം ഓഫ് 1 മോൾ ഓഫ് എ ഞാൻ V എന്നെടുത്താൽ, what is volume of the mixture
at equilibrium one mole in the volume, initial volume, that is 1 mole A ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ വോളിയം എത്രയായിരുന്നു V. അപ്പോൾ റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തിയ ആ എ. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അവിടെ എത്ര മോളുണ്ട് അത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 1 മോളിൻ്റെ വോളിയം V ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്ര മോളുണ്ട്? 1 പ്ലസ് ആൽഫ ഇൻറ്റു n മൈനസ് 1. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ വോളിയം അറ്റ് ഇക്വിലിബ്രിയം? Total number of moles into volume, that is 1 plus alpha into n minus 1 into V. Is that clear? Initial volume 1, initial volume V ആണ്. Because initially നമ്മൾ 1 mole A എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1 mole of Aയുടെ initial volume ആണ് V. Equilibrium ആയപ്പോൾ number of moles മാറി. 1 mole അല്ല ഉള്ളത്, 1 plus alpha into n minus 1 moles ഉണ്ട്. അപ്പോൾ ഇത്രയും ടോട്ടൽ വോളിയം 1 plus alpha into n minus 1 into V ആണ്. അത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ഈ എ ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ, എ ബി ആയിട്ട് മാറുന്നതിന് മുന്നേ എ ഇ ആയിട്ട് തന്നെ ഇരുന്ന് അതിൻ്റെ ഡെൻസിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡെൻസിറ്റി ഓഫ് എ ബിഫോർ ഡിസോസിയേഷൻ, that is initially എയുടെ ഡെൻസിറ്റി മോളാർ മാസ് ബൈ വോളിയം എന്നാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിന് മോളാർ ഡെൻസിറ്റി എന്ന് എടുത്തോ, ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു മോളാർ മാസ്. അപ്പോൾ മോളാർ ഡെൻസിറ്റി ഓഫ് എ ബിഫോർ ഡിസോസിയേഷൻ ആണ്, അങ്ങനെ എഴുതിക്കും. മോളാർ ഡെൻസിറ്റി ബിഫോർ ഡിസോസിയേഷൻ, that is molar mass by volume. Mass density is equal to mass by volume എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മോളാർ ഡെൻസിറ്റിയാണ്. അപ്പോൾ മോളാർ ഡെൻസിറ്റി ബിഫോർ ഡിസോസിയേഷൻ, മോളാർ മാസ് ബൈ വോളിയം. ദെൻ മോളാർ വോളിയം ഓർ മോളാർ ഡെൻസിറ്റി ആഫ്റ്റർ ഡിസോസിയേഷൻ, ഞാനിതിനെ ഡി എന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ടേംസ് ഓർത്തോളൂ. ഈ ക്യാപിറ്റൽ ഡി എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ മോളാർ ഡെൻസിറ്റി ഓഫ് എ ബിഫോർ ഡിസോസിയേഷൻ. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എയുടെ നോർമൽ ഡെൻസിറ്റി, നമുക്ക് വേണമെങ്കിൽ തിയറിറ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയാം. തിയറിറ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ നോർമൽ ഡെൻസിറ്റി. ഡിസോസിയേറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഡെൻസിറ്റിയാണ് തിയറിറ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ബിഫോർ ഡിസോസിയേഷൻ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എം ബൈ വി. ഓക്കെ, then after dissociation, that is density, molar density of A after dissociation. അങ്ങനെ തന്നെയാണ് കേട്ടോ, എഴുതാൻ പഠിച്ചിട്ട് ഞാൻ എഴുതേണ്ടതാണ്. അപ്പോൾ it is molar density of A after dissociation. It is equal to molar mass by, now the volume is 1 plus alpha into n minus 1 into V. ഇവിടെയും മാസ് ബൈ വോളിയം തന്നെയാണ്. അപ്പോൾ മോളാർ മാസ് മാറത്തില്ല, മോളാർ മാസ് അങ്ങനെ തന്നെയുണ്ട്. ഇപ്പോൾ മോളാർ മാസ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു വി ആണ് വോളിയം അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഡെൻസിറ്റിയാണ്, ദാറ്റ് ഈസ് മോളാർ ഡെൻസിറ്റി ഓഫ് എ ആഫ്റ്റർ ഡിസോസിയേഷൻ. ഡിസോസിയേറ്റ് ചെയ്ത് ആ പ്രോസസ്സ് ഇക്വിലിബ്രിയം ആയപ്പോൾ നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് മോളാർ മാസ് ബൈ വോളിയം അറ്റ് ഡെൻസിറ്റി. ഇത് ഞാൻ സ്മോൾ ഡി എന്ന് എടുക്കുന്നുണ്ടേ. അപ്പോൾ ക്യാപിറ്റൽ ഡി എന്തായിരുന്നു? ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് എ ബിഫോർ ഡിസോസിയേഷൻ. വാട്ട് ഈസ് സ്മോൾ ഡി? ഡെൻസിറ്റി ഓഫ് എ ആഫ്റ്റർ ഡിസോസിയേഷൻ, ദാറ്റ് ഈസ് ഡെൻസിറ്റി അറ്റ് ഇക്വിലിബ്രിയം. ഡി ബൈ ഡി. ഈ ഡി കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ കോമൺ ആയിട്ട് എന്തൊക്കെ വരും? മോളാർ മാസ് വരും, വോളിയം വരും, അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ എം ക്യാൻസൽ ചെയ്തു, വി ക്യാൻസൽ ചെയ്തു. ഇറ്റ് ഈസ് എം ബൈ വി. ഓക്കെ, എം ബൈ വി ഡിവൈഡഡ് ബൈ എം ബൈ 1 പ്ലസ് എന്നാണ്. അപ്പോൾ ഇത് നേരെ ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ഇറ്റ് ഈസ് ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഇൻറ്റു എൻ മൈനസ് 1. വി ക്യാൻസൽ ചെയ്ത് പോയി കേട്ടോ, എം ക്യാൻസൽ ചെയ്ത് പോയി, വി ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ദെൻ ആൽഫ ഇൻറ്റു എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി മൈനസ് 1 എന്ന് എടുത്തൂടെ. ഓക്കെ, ഇത് എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ ഡി എന്നായി.
ആണല്ലോ. ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ആൽഫ ഇൻറ്റു എൻ മൈനസ് വൺ. അപ്പോൾ ആൽഫ ഇൻറ്റു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ ഡി. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡി ബൈ ആൽഫ ഇൻറ്റു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ ഡി എന്നാണ്. ആണല്ലോ. ഫ്രം ദിസ് ആൽഫ ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും? ഡി മൈനസ് ഡി ബൈ ഡി ഇൻറ്റു എൻ മൈനസ് വൺ. ദിസ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ഇക്വേഷൻ വിച്ച് കണക്ട് the degree of dissociation of a compound with its normal density and density at equilibrium. ഇത് നമുക്ക് ഡെൻസിറ്റി എന്ന് പറയാം, വേപ്പർ ഡെൻസിറ്റി എന്നും പറയാം. ഡെൻസിറ്റി എന്നോ വേപ്പർ ഡെൻസിറ്റി എന്നോ എടുക്കുക. സോ ആൽഫ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ദ കോമ്പൗണ്ട്. ഡി, ഇറ്റ് ഈസ് എ വേപ്പർ ഡെൻസിറ്റി ഓഫ് എ കോമ്പൗണ്ട് ബിഫോർ ഡിസോസിയേഷൻ ഓർ തിയറിറ്റിക്കൽ വേപ്പർ ഡെൻസിറ്റി. സ്മോൾ ഡി എന്താണ്? It is density after dissociation or density at equilibrium. അല്ലെങ്കിൽ നമുക്ക് പറയാം it is a observed density. നമ്മൾ ആ കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് കിട്ടിയ ഡെൻസിറ്റിയാണ്. ഡി ഇത് തന്നെയാണ്. ഈ എൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എൻ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഇക്വേഷൻ നോക്കിക്കോ, എ ഗീവ്സ് എൻ ബി എന്നാണ് എഴുതിയേക്കണം. ആ എൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോംഡ് from 1 mole of A. അപ്പോൾ n സ്പെസിഫിക്കേഷൻ ഉണ്ട്, that n must be or n is the number of moles of product obtained from 1 mole of A. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ആൽഫ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡി എന്താണ്? It is theoretical vapor density or theoretical density അല്ലെങ്കിൽ density before dissociation. അത് ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുന്നത്തെ ഡെൻസിറ്റി. സ്മോൾ ഡി എന്താണ്? ഒബ്സർവ്ഡ് ഡെൻസിറ്റി or observed vapor density or density at equilibrium അല്ലെങ്കിൽ ഡെൻസിറ്റി ആഫ്റ്റർ ഡിസോസിയേഷൻ. n എന്ത് വരുന്നു? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഫ്രം 1 മോൾ ഓഫ് എ ഓർ 1 മോൾ ഓഫ് കോമ്പൗണ്ട്. ഏത് കോമ്പൗണ്ടാണോ ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ആ ഡിസോസിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ 1 മോളിൽ നിന്ന് എത്ര കിട്ടും? ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ. 2A gives 3B. ഓക്കെ, ഇതിൻ്റെ ഡി ഉണ്ട്, നമുക്ക് ആൽഫ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ഫോർമുല? ആൽഫ ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ ഡി ഇൻറ്റു എൻ മൈനസ് വൺ അല്ലേ? അപ്പോൾ 2, 3 ആണ്, നമുക്ക് n വേണം. n എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? n is the number of moles formed from 1 mole. അപ്പോൾ 2, 3 ഫോം ചെയ്താൽ 1 എത്ര ഫോം ചെയ്യും? 3/2. അപ്പോൾ n-ൻ്റെ വാല്യൂ എന്താ? 3/2. അപ്പോൾ n കണ്ടുപിടിക്കാൻ മനസ്സിലാക്കുക, 1 മോൾ ഓഫ് കോമ്പൗണ്ടിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അമൗണ്ട് എത്രയാണോ അതാണ് n. ഓക്കെ, ഇങ്ങനെ റിയാക്ഷൻ വരുന്നു ചോദിക്കുക. അപ്പോൾ എങ്ങനെ വരുന്നു നോക്കുക. അടുത്തൊരു റിയാക്ഷൻ നോക്കുക. 2HI gives H2 plus I2. ഇങ്ങനെയാണ് റിയാക്ഷൻ. അപ്പോൾ HIയുടെ ആൽഫ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടി വരും? ആൽഫ ഈസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ ഡി ഇൻറ്റു n മൈനസ് വൺ. ആ n എന്തായിരുന്നു? 1 മോൾ ഓഫ് കോമ്പൗണ്ടിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലേ? ഇവിടെ എത്ര മോളുണ്ട്? 2. ഇവിടെയോ 1 + 1 2. ഓക്കെ, അപ്പോൾ 2 മോളിൽ നിന്ന് 2 ഫോം ചെയ്ത 1 മോളിൽ നിന്ന് എത്ര ഫോം ചെയ്യും? 1. 2 മോൾസിൽ നിന്ന് 2 പ്രോഡക്റ്റ്, 1 + 1 2. ഓക്കെ, അപ്പോൾ 2 മോൾസ് ഓഫ് കോമ്പൗണ്ടിൽ നിന്ന് 2 മോൾസ് ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്താൽ 1 മോൾ ഓഫ് കോമ്പൗണ്ടിൽ നിന്ന് 1 മോൾ അല്ലേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയായി? 1. 1 - 1 എന്തായി? 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ദിസ് കനോട്ട് ബി അപ്ലൈഡ് വെൻ ദ വാല്യൂ ഓഫ് n ഈസ് ഈക്വൽ ടു 1. ഓക്കെ, 1 മോൾ ഓഫ് കോമ്പൗണ്ടിൽ നിന്ന് 1 മോൾ ഓഫ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സിറ്റുവേഷനിൽ ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ
എന്താ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, ഒരു കോമ്പൗണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്താണ്, ആ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ആ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ എങ്ങനെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അപ്ലൈ ചെയ്യും, വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വിത്ത് വേപ്പർ ഡെൻസിറ്റി ഓർ നോർമൽ ഡെൻസിറ്റി. കൂടെ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഈ വേപ്പർ ഡെൻസിറ്റി മാറ്റി ഞാൻ മോളാർ മാസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം വേപ്പർ ഡെൻസിറ്റി 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ആണ് മോളാർ മാസ്. അപ്പോൾ മോളാർ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ ഡെൻസിറ്റി എന്ന് പറയാം. സോ നൗ ഐ ആം റീപ്ലേസിംഗ് ദിസ് വേപ്പർ ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി വിത്ത് മോളാർ മാസ്. ദെൻ യു കൻ റൈറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു m minus m divided by m into n minus 1. Okay, where m is normal molar mass or molar mass before dissociation, small m is the molar mass at equilibrium, that is total equilibrium. Okay, normal molar mass or molar mass before dissociation, molar mass of the substance at equilibrium, n number of moles of the compound formed from 1 mole of the compound, number of moles of product from 1 mole of the compound. അപ്പോൾ in terms of density, in terms of molar mass we have expressed alpha. ആൽഫേനെ ഡെൻസിറ്റിയുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, മോളാർ മാസിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മൾ റിയാക്ഷൻ കോഷ്യൻറ്റ്. ആ റിയാക്ഷൻ കോഷ്യൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. ദാറ്റ് ഈസ് നമുക്ക് ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് പ്രോബ്ലംസും കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.